മൂന്നാമത്തേത്, അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങളെ ഒരിക്കലും തന്നെ ഒരു തിന്മക്ക് ഉപയോഗിക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് ഉപയോഗിക്കണം. ഇത് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാനുള്ളതാണ്. ഇത് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. രണ്ട് വഴിയേ ലോകത്തുള്ളൂ. ഒന്ന് നന്ദിയുടെ വഴിയാണ്, മറ്റൊന്ന് നന്ദികേടിൻ്റെ വഴിയാണ്. ഇമ്മാ ഷാക്കിറൻ, ചില ആളുകൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരായി ജീവിക്കും. വ ഇമ്മാ കഫൂറാ, ചിലർ തീരെ അള്ളാഹുവിനെ നന്ദി ചെയ്യാത്തവരായിട്ട് ജീവിക്കുന്നവരുണ്ട്. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹു വലിയൊരു അത്ഭുതം കാണിച്ചു കൊടുത്തപ്പോൾ, വായുവിലൂടെ ഫ്ലൈറ്റുകൾ കണ്ടെത്തപ്പെടുന്നതിന് മുമ്പ് വായുവിലൂടെ സഞ്ചരിച്ച നബിയാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ഫ്ലൈറ്റ് അതിനൊരു ബോഡിയുണ്ട്, അതിനൊരു മാസ്സുണ്ട്, അതിനൊരു ഭാരമുണ്ട്. എന്നാൽ അള്ളാഹു റീഹ് എന്ന് പറയുന്ന അന്തരീക്ഷത്തിലെ കാറ്റിനെ രാവിലത്തെ ഒരു പോക്ക് മിനിമം 3000 കിലോമീറ്ററാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം യാത്ര ചെയ്തിരുന്നത്. 1 മാസം എടുത്തിരുന്ന ദൂരം രാവിലത്തെ ഒരു യാത്രയിൽ. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ 1 മണിക്കൂർ ദൂരം. ആ ഒരു മണിക്കൂർ സമയം വീണ്ടും ഒരു 3500 കിലോമീറ്ററുകൾ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം യാത്ര ചെയ്തിരുന്നു. ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ഈ ഫലസ്തീനിലെ ജെറൂസലേമിലേക്ക് യമനിലെ സബയിൽ നിന്ന് ഫലസ്തീനിലേക്ക് വായുവിലൂടെ നിമിഷനേരം കൊണ്ട് അള്ളാഹു കൊണ്ടുകൊടുത്ത മഹാത്ഭുതം സൂറത്തുൻ നംലിൽ അള്ളാഹു പറയുന്നുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഇനി കണ്ടെത്തപ്പെടാൻ പോകുന്ന വലിയ അടുത്ത ഒരു നൂറ്റാണ്ടിൽ കണ്ടെത്തപ്പെടാൻ പോകുന്ന മാസുകളെ മൂവ് ചെയ്യാൻ കഴിയുക എന്ന മഹാത്ഭുതങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന മഹാത്ഭുതമായി വിശുദ്ധ ഖുർആൻ എന്ന് തെളിഞ്ഞു നിൽക്കും. ഇന്ന് ശബ്ദവീജികൾ എത്തുന്നുണ്ട്, ഇമേജുകൾ എത്തുന്നുണ്ട്, വീഡിയോ സെക്കൻഡുകളെ കൊണ്ടെത്തുന്നുണ്ട് വായുവിലൂടെ. ഇനി മാസുകൾ, സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയും നിമിഷ നേരങ്ങളെ കൊണ്ട്. ആ നിലക്കുള്ള കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകുന്നു ഇൻഷാ അള്ളാഹ്. അപ്പോഴും സുലൈമാൻ നബി അലൈഹിസ്സലാമിന് സബയിൽ നിന്ന് ബിൽഖീസ് രാജ്ഞിയുടെ ആ ഒരു സിംഹാസനം ഫലസ്തീനിലേക്ക് അള്ളാഹു നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ കൊണ്ടുപോയ അത്ഭുതം അവിടെ കിടക്കുകയാണ്. ഇതൊക്കെ നടന്നപ്പോൾ രാജാവായ നബിയായ സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെനിക്ക് അള്ളാഹു നൽകുന്ന സൗഭാഗ്യമാണ്. അഷ്കുറു അം അക്ഫുർ, ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യണമോ അതല്ല നന്ദി കേട് ചെയ്യണോ? ഞാൻ എന്താണ് ചെയ്യുന്നത്, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്.